അപ്പോൾ ഈ നടപടികളുമൊക്കെയായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ഒരു പ്രതികരണം കൂടി ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഗോപാൽ, കുടുംബാംഗങ്ങളെ ആരെങ്കിലും അവിടെ പുറത്ത് കാണാനുണ്ടോ? നമുക്കിപ്പോഴും അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല ജിൽസി. കാരണം പോലീസിന്റെ വലിയ ബന്ദോബസ്ത് ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ കർശന സുരക്ഷ എന്ന തരത്തിലേക്ക് തന്നെ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. നമുക്കറിയാം, ഈ വഴി മുഴുവൻ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് ആ കുടുംബത്തിന്റെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അങ്ങോട്ടേക്കൊന്ന് പോയി കൂടുതൽ വിവരങ്ങൾ തേടാൻ കഴിയും. വരുന്ന സമയങ്ങളിൽ നമുക്കത് കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഇന്നത്തെ ഏറ്റവും നിർണായകമായ പ്രതികരണം ഇനി വരേണ്ടത് ഈ കുടുംബത്തിൻ്റെതായിട്ടുള്ളതാണ്. ഈ കുടുംബം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കടുത്ത നിലപാടായിരുന്നു കുടുംബം എടുത്തിരുന്നത്. സമാധി, അതായത് അച്ഛൻ്റേത് മരണമല്ല സമാധിയാണ് എന്ന ആ ഒരു നിലപാടിൽ, ആ വാക്കിൽ ആണ് ഏറ്റവും അവസാനം വരെയും ഈ കുടുംബത്തിലെ മക്കൾ, ഗോപൻ സ്വാമിയുടെ മക്കൾ നിന്നിരുന്നത്. മൂത്ത മകൻ സനന്ദൻ പറഞ്ഞിരുന്നത് അത് മരണമല്ല സമാധിയാണ്. ഹൈക്കോടതി വിധി വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇന്നലെ രാത്രിയിൽ വലിയ പൂജകൾ നടന്നു. ഇന്ന് പുലർച്ചെ വലിയ പൂജകൾ നടന്നു. ശംഖനാഥം മുഴക്കി അടക്കമുള്ള വലിയ കർമ്മങ്ങൾ ഇന്ന് രാവിലെ അടക്കം നടന്നു. ആ ഘട്ടത്തിൽ അതിനുശേഷമാണ് പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നതും പോലീസിൻ്റെതായി വലിയ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ രാവിലെ നടക്കുന്നതും. പുലർച്ചെ മുതൽ ഈ നേരം വരെ ഇതിൽ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാവുകയോ അവർ ഈ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഈ മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്ത് കുടുംബത്തിന്റെ പ്രതിനിധിയായ സനന്ദൻ, മൂത്ത മകൻ, അവിടെ ഉണ്ടായിരുന്നു എന്ന വിവരം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ വിഷ്വലും ഒന്നും നമ്മുടെ കയ്യിലില്ല. അതൊരു സ്ഥിരീകരിച്ച വിവരമാണോ എന്ന് പോലും നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ആ കുടുംബത്തിന്റെ പ്രതിനിധിയായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് പോകുന്നതായി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അത് നമുക്ക് ലഭിച്ച വിവരപ്രകാരം ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ ഭാര്യയായിട്ടുള്ള സുലോചനയാണ് എന്നാണ് കരുതുന്നത്. അതിനപ്പുറത്തേക്ക്, ആ രണ്ട് വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ കുടുംബത്തിൻ്റെതായ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെതായ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ വരും മണിക്കൂറുകളിൽ കുടുംബം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമുക്ക് വരാനുള്ളത്.